Hi and welcome to the new video on electric drives. In this video, I'll be discussing about self-controlled synchronous motor drive employing load commutated thyristor inverter. This drive can also be called as a load commutated inverter fed synchronous motor drive. Okay. So already we self-control and true synchronous mode കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെൽഫ് കൺട്രോൾ മോഡിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ച് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു പെർട്ടിക്കുലർ കേസായ ലോഡ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ ഇൻവേർട്ടർ ഫീഡ് ചെയ്യുന്ന ഒരു സിങ്ക്രോണസ് സെൽഫ് കൺട്രോൾ സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടർ സൈഡ് പോർഷൻസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ബാക്കി അതിൻ്റെ സെൻസിങ്ങും കൺട്രോളും ഒക്കെ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരിക്കും. അതൊരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം സർക്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. സോ ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സെൽഫ് കൺട്രോൾഡ് സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സെൽഫ് കൺട്രോൾഡ് ആണ്, സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് ആണ്. അപ്പോൾ നമുക്കറിയാം സിങ്ക്രോണസ് മോട്ടറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് രണ്ട് ടൈപ്പുകളുണ്ട്. മെയിൻലി ബേസിക്കലി നമ്മൾ പറയുന്നത് വൗണ്ട് ടൈപ്പ് ആവാം, പെർമനന്റ് മാഗ്നറ്റ് ആവാം. നമ്മൾ തൽക്കാലം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ആണ്. ഇപ്പോൾ ഇത് ഈ വൗണ്ട് ടൈപ്പ് ആണ്. അത് ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നമുക്കറിയാം സിങ്ക്രോണസ് മോട്ടറിൻ്റെ അവിടെ ഒരു വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൗണ്ട് ടൈപ്പ് ആണ്. ഓക്കെ, ദെൻ സെൽഫ് കൺട്രോൾഡ് ആണ്. സെൽഫ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും റോട്ടറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്തിട്ട്. സോ റോട്ടറിന് അനുസരിച്ചാണ് ഇവിടെ സ്റ്റേറ്ററിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് ആണ് വിത്ത് സെൽഫ് കൺട്രോൾ ആണ്. ആ ഫീഡ്ബാക്കും കൺട്രോൾ സർക്യൂട്ടും ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അതൊരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് ക്ലോസ് ലൂപ്പ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എംപ്ലോയിങ് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ ഇൻവേർട്ടർ. അപ്പോൾ ഒരു തൈറിസ്റ്ററൈസ്ഡ് ഇൻവേർട്ടർ ആണ് വിച്ച് ഈസ് മെയ്ഡ് ടു കമ്മ്യൂട്ടേറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റഡ് ബൈ ലോഡ് വോൾട്ടേജസ്. സോ ലോഡ് കമ്മ്യൂട്ടേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് സ്പെഷ്യൽ സെപ്പറേറ്റ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് ഒന്നും വേണ്ടി വരില്ല. നോർമലി നമുക്ക് തൈറിസ്റ്ററിന് എന്താ പറയുക കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടറി വരും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പലപ്പോഴും പറയാറുള്ളത്. ഇവിടെ നമുക്ക് ലോഡ് കമ്മ്യൂട്ടേഷൻ എഫക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ലോഡ് കമ്മ്യൂട്ടേഷൻ എഫക്ട് ചെയ്തിട്ട് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒന്ന്, അവിടെ ഒരു തൈറിസ്റ്ററൈസ്ഡ് ഇൻവേർട്ടർ ആണ് എന്തിനെ ഫീഡ് ചെയ്യുന്നത്, നമ്മൾ സിങ്ക്രോണസ് മോട്ടറിനെ ഫീഡ് ചെയ്യുന്നത്. അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത് ലോഡ് വഴിയാണ്, ലോഡ് വോൾട്ടേജ് വഴിയാണ്, ലോഡ് കമ്മ്യൂട്ടേറ്റഡ് ആണ്. പിന്നെ സെൽഫ് കൺട്രോൾ സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് ആണ്, വൗണ്ട് ടൈപ്പ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു കൺവേർട്ടർ. ഇപ്പോൾ ഈ കൺവേർട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ലോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോട്ടറാണല്ലോ, മോട്ടറിനെയാണ് ലോഡ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർട്ടറിനെ, ഈ 6 തൈറിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള കൺവേർട്ടറിനെ നമ്മൾ ലോഡ് സൈഡ് കൺവേർട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലോഡ് സൈഡ് കൺവേർട്ടർ പറയും. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് 3 ഫേസ് AC സപ്ലൈ ആണ്. അപ്പോൾ ആ AC സപ്ലൈനെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി മുന്നേ സെൽഫ് കൺട്രോളിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉണ്ടായിരുന്നതൊക്കെ ഒരു ബ്ലോക്കുകളായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കൺവേർട്ടർ 1 എന്നും ഇത് കൺവേർട്ടർ 2 എന്നും പറഞ്ഞ് കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ കൺവേർട്ടർ 1 ഡീറ്റെയിൽ ആയിട്ട് വരച്ചു വെച്ചിരിക്കുന്നു 6 തൈറിസ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതിനെ സോഴ്സ് സൈഡ് കൺവേർട്ടർ എന്നാണ് പറയുക, ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ 3 ഫേസ് AC സപ്ലൈ ഓർ 3 ഫേസ് AC സോഴ്സ്. സോ ദിസ് ഈസ് ദ സോഴ്സ് സൈഡ് കൺവേർട്ടർ വിത്ത് 6 തൈറിസ്റ്റേഴ്സ്. അതിന് നമ്പർ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാറുണ്ട് തന്നെയായിരുന്നു T1 ആ രീതിയിൽ. ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ ഇൻവേർട്ടർ ആണ്. അതായത് ലോഡ് സൈഡിലത്തെ ഇൻവേർട്ടറിന് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നമ്പറിംഗ് ഒന്നും ചെയ്യാഞ്ഞത്. ഓക്കെ, ഇതിന് അക്രോസുള്ള വോൾട്ടേജ്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് പ്ലസ് മൈനസ് ഈ രീതിക്ക് VDS എന്ന് എടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്കറിയാം എന്താ പറയുക ഇൻഡക്ടറാണ് വെച്ചിട്ടുള്ളത്. ഇൻഡക്ടർ വെച്ചിട്ടുള്ളത് സർട്ടൻ ആയിട്ടുള്ള ചേഞ്ച് ഒഴിവാക്കാനും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആക്കാനുമാണ്. അപ്പോൾ ഇതൊരു CSI എന്നുള്ള ബേസിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്, കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ബേസിൽ. ഇപ്പോൾ ഇതിൽ കൂടുതൽ കറണ്ട് ID, ഇൻഡക്ടറിൻ്റെ വാല്യൂ LD ആണ്. പിന്നെ ഇപ്പുറത്തുള്ളതാണ് നമ്മുടെ ലോഡ് സൈഡ് കൺവേർട്ടർ എന്നാണ് പറയുന്നത്. ഇതിനെ ലോഡ് സൈഡ് കൺവേർട്ടർ. ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് പ്ലസ് VDL ആണ്. L എന്ന് പറഞ്ഞാൽ ലോഡും S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, D എന്ന് പറഞ്ഞാൽ ആ DC വോൾട്ടേജിൻ്റെ. ഇപ്പോൾ ACനെ ഇത് ഇപ്പോൾ നോർമൽ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നമുക്കറിയാം സപ്ലൈയിൽ നിന്ന് മോട്ടറിലോട്ട് എത്തണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും സപ്ലൈയിൽ നിന്ന് എടുത്ത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. കാരണം നമുക്ക് കൺട്രോൾ എഫക്റ്റ് ചെയ്യണം.
ഫ്രീക്വൻസി കൺട്രോൾ എഫക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് കൺവേർട്ടറുകൾ വരുന്നത്. ആദ്യം എ സിനെ റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കും, ഡി സിനെ ഇൻവേർട്ട് ചെയ്ത് എ സി ആക്കും. ഈ ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ എന്താണോ വേണ്ടത് അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. വോൾട്ടേജിൽ എന്തെങ്കിലും കൺട്രോൾ വേണം, ഫ്രീക്വൻസി കൺട്രോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. വോൾട്ടേജിലുള്ള കൺട്രോൾ സോഴ്സ് സൈഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ സോഴ്സ് സൈഡ് കൺവേർട്ടർ എന്തായിട്ടാവും ആക്ട് ചെയ്യുന്നുണ്ടാവുക, റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ലോഡ് സൈഡ് കൺവേർട്ടർ ഇൻവേർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി നേരെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്ന സമയത്താണെങ്കിൽ ഫ്ലോ ലെഫ്റ്റ് ടു റൈറ്റിന് പകരം റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ മോട്ടർ ജനറേറ്റർ ആവും. ജനറേറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എ സി വരും. അപ്പോൾ എ സിനെ റെക്ടിഫൈ ചെയ്യാണ് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ലോഡ് സൈഡ് കൺവേർട്ടർ റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പുറത്ത് ഡി സി എത്തിയതിനെ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടി വരിക, സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ഇൻവേർട്ടറായിട്ട്, സോഴ്സ് സൈഡ് കൺവേർട്ടർ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോർമൽ കേസിലെ ആംഗിൾ ഇപ്പോൾ സേ എന്താ പറയുക, ഇവിടുത്തെ ആംഗിൾ ആൽഫ എല്ലാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് എത്രയ്ക്ക് ഇടയിലായിരിക്കും, 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അതേപോലെ തന്നെ ഇത് സോഴ്സ് സൈഡ്, സോ ആൽഫ എസ് എന്ന് വിളിക്കാം. അതേപോലെ ലോഡ് സൈഡ് കൺവേർട്ടറിൻ്റെ ആൽഫ എല്ലാണെങ്കിൽ അത് ഇതിനിടയിലായിരിക്കും, 90 ഡിഗ്രിക്കും 180 ഡിഗ്രിയിലും ഇടയിലായിരിക്കും. അപ്പോൾ ഇതാണ് നോർമൽ മോട്ടറിങ് ഓപ്പറേഷൻ. ഇപ്പോൾ ദ ഫ്ലോ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, സോ പവർ ഫ്ലോ ഡയറക്ഷൻ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ കേസ് വരുന്നത്. അതായത് ഏതാ മോട്ടറിങ് ഓപ്പറേഷൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ മോട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് പറയുകയാണെങ്കിൽ നേരെ തിരിയും. ഓക്കെ, അപ്പോൾ നേരെ തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവണം, ഇത് എന്തായി മാറണം, ഇപ്പോൾ അവിടുന്ന് എ സി ആണ്, അതിനെ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ എന്തിലേക്ക് മാറും, 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലേക്കാവും. അതേപോലെ സോഴ്സ് സൈഡ് ഇപ്പം എന്തായിട്ട് മാറണം, ഇൻവേർട്ടറായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും. ഈ രീതിക്കാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. ഇപ്പോൾ ഈ പവർ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരിക എന്ന് മാത്രം റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാണ് വേണ്ടത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു പോകുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ മുന്നേ ഒരു കാര്യം അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം ലാർജ് പവർ ഡ്രൈവ്സിലാണ് ഇങ്ങനത്തെ വൗണ്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ലാർജ് പവർ ഡ്രൈവ്സിലാണ് വൗണ്ട് ടൈപ്പ് സിൻക്രോണസ് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. മീഡിയം പവർ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് വൗണ്ട് ടൈപ്പിൻ്റെ ആവശ്യമില്ല, പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ രണ്ട് കൺവേർട്ടേഴ്സ് ആണ് ഉണ്ടാവുക. വൺ ഈസ് ടേംഡ് ആസ് സോഴ്സ് സൈഡ് കൺവേർട്ടർ, വേണമെങ്കിൽ അതിനെ നമുക്ക് SSC എന്ന് വിളിക്കാം. അതേപോലെ റോഡ് സൈഡ് കൺവേർട്ടർ LSC എന്ന് വിളിക്കാം. അപ്പോൾ ഈ രണ്ട് കൺവേർട്ടേഴ്സ് ആണ്. അപ്പോൾ അതിലെ സോഴ്സ് സൈഡ് കൺവേർട്ടർ ഈസ് എ 6 പൾസ് ലൈൻ കമ്മ്യൂട്ടേറ്റർ തൈറിസ്റ്റർ. അപ്പോൾ ഇതൊരു 6 പൾസ് തൈറിസ്റ്റർ കമ്മ്യൂട്ടേറ്റർ കൺവേർട്ടർ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് പവർ ഇലക്ട്രോണിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ള തന്നെയാണ്. Then for firing angle of range, that is from 0 to 90 degree, this works as a rectifier. Okay, rectifier ആയിട്ട് വർക്ക് ചെയ്യും. അതേ സമയത്ത് 90 to 180 ആണെങ്കിൽ ഇൻവേർട്ട് ആയിട്ട് വർക്ക് ചെയ്യും. ഇത് നമുക്ക് അറിയുന്ന കാര്യം, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് അപ്പുറത്തെ സൈഡിലത്തെ കൺവേർട്ടറിന് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഓരോ കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഈ ലോഡ് കമ്മ്യൂട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, so ഞാൻ പറഞ്ഞ കാര്യമാണ്, in large power drives wound field synchronous motors are used and medium power drives employ permanent magnet synchronous motor, and this drive has two converters, source side converter SSC and load side converter LSC. Okay, ഇനി ലോഡ് കമ്മ്യൂട്ടേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്കൊന്ന് ഓർമ്മ വേണ്ടത്. So load commutation is the process in which the input is DC and the load comprises of R, L and C and switching is generally
switching device is generally an SCR. ഇപ്പോൾ ലോഡ് കമ്മ്യൂട്ടേഷനിൽ നോർമലി ഇത് DC സപ്ലൈ ഉണ്ടാവുക, ലോഡിൽ Rഉം Lഉം Cയും കോമ്പണൻസ് ഉണ്ടായിരിക്കും. അവിടുത്തെ സ്വിച്ചിങ് ഡിവൈസ് എന്ന് പറയുന്നത് SCR ആയിരിക്കും. ആൻഡ് SCR is turned on, the RLC produces a sinusoidal current and when the current becomes 0, SCR is commuted. അപ്പോൾ അവിടെ ഈ ഒരു കേസിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈൻസോയിഡൽ വേവ് ഫോം ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കറണ്ട് സീറോ ക്രോസിംഗിൽ, നാച്ചുറൽ സീറോ ക്രോസിംഗിൽ തൈറിസ്റ്റർ ടേൺ ഓഫ് ആവും. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു സർക്യൂട്ടിൽ നമുക്കുള്ളത് എന്താണ്? അവിടെ SCR ബേസ്ഡ്, തൈറിസ്റ്റർ ബേസ്ഡ് കൺവേർട്ടർ ഉണ്ട്, അത് ഓക്കെ. പിന്നെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് സിങ്ക്രോണസ് മോട്ടറിനെയാണ്, അല്ലാണ്ട് RLC-നൊന്നല്ല. പിന്നെ DC, ദാറ്റ് ഈസ് ഓക്കെ, ഇവിടെ DC ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സിങ്ക്രോണസ് മോട്ടറിനെ ഒരു എഫക്റ്റീവ് ഒരു എന്തായിട്ട് മാറ്റണം, RLC ലോഡായിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ സീറോ ക്രോസിംഗിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റ് ചെയ്യാം. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? നോ അഡീഷണൽ സർക്യൂട്ട്സ് ആർ നെസസറി ടു കോസ് ദ കമ്മ്യൂട്ടേഷൻ ദാൻ ദ ലോഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ലോഡ് തന്നെ കമ്മ്യൂട്ടേഷൻ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് മോട്ടറാണ്, സിങ്ക്രോണസ് മോട്ടറാണ്. അതിനെങ്ങനെ അത് തന്നെ വൗണ്ട് ടൈപ്പ് ആണ്. അതിനെങ്ങനെ ആക്കുന്നത്? സോ വെൻ ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് അഡ്ജസ്റ്റഡ് such that the synchronous motor has a leading power factor, then the motor virtually looks like an RLC circuit. ഒരു ലീഡിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്ന സിങ്ക്രോണസ് മോട്ടർ RLC ഇക്വാലൻ്റ് ആണ് എന്നുള്ളത് മെഷീൻസിൽ, സിങ്ക്രോണസ് ഇൻഡക്ഷൻ മെഷീൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യിക്കാൻ പോകുന്നത്. അതായത് സിങ്ക്രോണസ് മോട്ടോറിനെ വൗണ്ട് ടൈപ്പ് ആണ്, നമുക്ക് അതിനെ ലീഡിങ് പവർ ഫാക്ടറിലോട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ലീഡിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു. സോ ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി ലുക്കിംഗ് ലൈക്ക് എൻ RLC circuit with a DC supply, and here the load commutation can be affected. And when an SCR based inverter is made to drive an over-excited synchronous motor, it is equivalent to an SCR based inverter supplying to a virtual RLC load, and thus load commutation can be affected. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോഡ് കമ്മ്യൂട്ടേഷൻ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഓവർ എക്സൈറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ വെൻ SCR based inverter is made to drive an over-excited synchronous motor. അപ്പോൾ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടോറിനെ SCR based ഇൻവെർട്ടർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് equivalent to an SCR based inverter supplying power to a virtual RLC load, and thus load commutation can be affected. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ലോഡ് കമ്മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതായത് മോട്ടറിങ്ങും ബ്രേക്കിങ്ങും എങ്ങനെയാണെന്നുള്ളത് ഫയറിംഗ് ആംഗിളിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട്. ആൻഡ് ഹിയർ ദ ഫയറിംഗ് ആംഗിൾ ഈസ് മെഷർഡ് ബൈ കമ്പാരിസൺ ഓഫ് ദ ഇൻഡ്യൂസ് വോൾട്ടേജസ് ഇൻ ദ സെയിം വേ ആസ് ബൈ ദ കമ്പാരിസൺ ഓഫ് ലൈൻ വോൾട്ടേജസ് ഇൻ ലൈൻ കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടർ. ഇപ്പോൾ ലൈൻ കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടറിൽ ലൈൻ വോൾട്ടേജ് വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് നമ്മൾ ചെയ്യുന്നത്, ഫയറിംഗ് ആംഗിൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൽഫ എസ് 0-ക്കും 90-ക്കും ഇടയിലായിരിക്കും ഇത് പോസിറ്റീവ് VDS പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ഇപ്പുറത്ത് ആൽഫ എൽ എന്ന് പോസിറ്റീവ് VD, അതേപോലെ എന്താ പറയുക നെഗറ്റീവ് VDL പ്രൊഡ്യൂസ് ചെയ്യും. ID പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റേ കേസിലാണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് റിവേഴ്സ് ചെയ്യും എന്ന് മാത്രം. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കാണ്. ടോർക്ക് എന്ന് പറയുന്ന അത് ഈ രണ്ട് വോൾട്ടേജുകളുടെയും ഡിഫറൻസിനനുസരിച്ചിരിക്കും. ദാറ്റ് ഈസ് VDS മൈനസ് VDL. ആ വോൾട്ടേജ് ഡിഫറൻസിനനുസരിച്ചിരിക്കും നമുക്ക് അവിടുത്തെ ടോർക്ക് എത്രയാണെന്നുള്ളത്. ആൻഡ് ദ സ്പീഡ് ക്യാൻ ബി കൺട്രോൾ ബൈ ദ കൺട്രോൾ ഓഫ് ദിസ് ലോഡ് സൈഡ് കൺവേർട്ടർ ഫയറിംഗ് ആംഗിൾ. ഇപ്പോൾ നമുക്ക് ഈ ലോഡ് സൈഡ് കൺവേർട്ടറിൻ്റെ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്തിട്ട് ഫ്രീക്വൻസി കൺട്രോൾ വഴി സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുക, when working as an inverter, the firing angle has to be less than 180 degree. അപ്പോൾ ഇത് നോർമൽ കേസിൽ അത് മോട്ടറിങ്ങിൽ ഇത് 90-ക്കും 180-ക്കും ഇടയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 180 ഡിഗ്രി. 180 ഡിഗ്രിക്കും ചോടെ ആയിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ. എന്നാലാണ് എന്താ പറയുക, നമുക്കവിടെ കമ്മ്യൂട്ടേഷൻ ഓവർലാപ്പും ടേൺ ഓഫും ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. തൈറിസ്റ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ ഓവർലാപ്പും ടേൺ ഓഫും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 180 ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മ്യൂട്ടേഷൻ ലീഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. βL എന്നാണ് പറയുക. βL ഈസ് ഈക്വൽ ടു പ്രത്യേകിച്ച് ഒന്നുമില്ല, 180 ഡിഗ്രി മൈനസ് ആൽഫ എൽ. ഓക്കെ, ഇപ്പോൾ ഈ ആൽഫ എല്ല് βL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ്
alpha L. അതിനാണ് ബീറ്റ എൽ കമ്മ്യൂട്ടേഷൻ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് കമ്മ്യൂട്ടേഷൻ ലീഡ് ആംഗിൾ or if commutation overlap is ignored, the input AC current of the converter will lag behind the input AC voltage by alpha L. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ ഓവർലാപ്പ് നമ്മൾ ഇഗ്നർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് എ സി കറണ്ട് എന്ന് പറയുന്നത് അതായത് ഇൻപുട്ട് എ സി കറണ്ട് ഓഫ് ദ കൺവേർട്ടർ വിൽ ലാഗ് ബിഹൈൻഡ് ദ എ സി വോൾട്ടേജ് ബൈ എൻ ആംഗിൾ ആൽഫ എൽ. ഇപ്പോൾ ഈ ആൽഫ എൽ വെച്ചിട്ട് അവിടെ ഒരു ലാഗിങ് വരും. ഇപ്പോൾ ഇതിൽ കൂടുതൽ നമുക്കിവിടെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ ബീറ്റ എൽ കമ്മ്യൂട്ടേഷൻ ലീഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹയ്യർ ആവുമ്പോൾ ലോവർ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹയ്യർ ദ മോട്ടോർ പവർ ഫാക്ടർ. മോട്ടറിൻ്റെ പവർ ഫാക്ടർ ഹയ്യർ ആയിരിക്കും, ഇൻവെർട്ടർ റേറ്റിംഗ് കുറവുമായിരിക്കും. ഇപ്പോൾ ബീറ്റ എല്ലിൻ്റെ വാല്യൂ ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദ കമ്മ്യൂട്ടേഷൻ ഓവർലാപ്പ് ഫോർ ദ ലോഡ് സൈഡ് കൺവേർട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ട്രാൻഷൻ ഇൻഡക്റ്റൻസ് ഓഫ് ദ മോട്ടർ. അപ്പോൾ മോട്ടറിൻ്റെ സബ്ട്രാൻഷൻ ഇൻഡക്റ്റൻസിനെയാണ് ഈ ബീറ്റ എല്ലിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടറിന് ഡാമ്പർ വൈൻഡിങ് കൊടുക്കാൻ പറ്റും ഈ സബ്ട്രാൻഷൻ ഇൻഡക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ബീറ്റ എല്ലിൻ്റെ വാല്യൂ കുറയ്ക്കാനും പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. അതായത് ഡാമ്പർ വൈൻഡിങ് അതിൻ്റെ നോർമൽ കൺവെൻഷണൽ റോളായിട്ടൊന്നല്ല, സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നല്ല ഇതിൽ ഉപയോഗിക്കുന്നത്, ഓസിലേഷൻ ഡാമ്പ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടൊന്നല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ബീറ്റ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂലായിരിക്കും പലപ്പോഴും റൺ ചെയ്യുന്നുണ്ടാവുക. ഈ ബീറ്റ എല്ലിനെ ബീറ്റ എൽ സി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂലാണ് normally run ചെയ്യുക. അതായത് സിമ്പിൾ കൺട്രോൾ സ്കീമിൽ ഡ്രൈവ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് എ ഫിക്സഡ് വാല്യൂ ഓഫ് ദിസ് കമ്മ്യൂട്ടേഷൻ ലീഡ് ആംഗിൾ ബീറ്റ എൽ സി ഫോർ ദ ലോഡ് സൈഡ് കൺവേർട്ടർ വർക്കിംഗ് ആസ് എൻ ഇൻവെർട്ടർ. ഓക്കെ, അറ്റ് ബീറ്റ എൽ ഈക്വൽ ടു 180 ഡിഗ്രി. അതാണ് നോർമലി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗുഡ് പവർ ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ, അതായത് കൺവേർട്ടർ റേറ്റിംഗ് കുറയ്ക്കണമെങ്കിൽ, ദ ലോഡ് സൈഡ് കൺവേർട്ടർ വെൻ വർക്കിംഗ് ആസ് എൻ ഇൻവെർട്ടർ ഈസ് ഓപ്പറേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് മാർജിൻ ആംഗിൾ കൺട്രോൾ. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ കോൺസ്റ്റന്റ് മാർജിൻ ആംഗിൾ കൺട്രോളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലിപ്പോൾ എല്ലാ പോയിന്റുകളും എഴുതിയില്ലെങ്കിലും ഒരുവിധം പോയിന്റുകൾ എഴുതുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒന്നുകൂടിയും ജസ്റ്റ് പോയിന്റുകളിലേക്ക് വരാം. സോ ഹിയർ ലോഡ് കമ്മ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ഓഫ് തൈറിസ്റ്റർ ബൈ ദ ഇൻഡ്യൂസ് വോൾട്ടേജസ് ഓഫ് ദ ലോഡ്. മോട്ടറിംഗിലാണെങ്കിൽ സോഴ്സ് സൈഡ് കൺവേർട്ടർ വർക്ക്സ് ആസ് എ റെക്ടിഫയർ ആൻഡ് ലോഡ് സൈഡ് കൺവേർട്ടർ ആസ് എൻ ഇൻവെർട്ടർ. പിന്നെ ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗിലാണെങ്കിൽ സോഴ്സ് സൈഡ് കൺവേർട്ടർ ഇൻവെർട്ടർ ആയിട്ടും ലോഡ് സൈഡ് കൺവേർട്ടർ റെക്ടിഫയർ ആയിട്ടും വർക്ക് ചെയ്യുന്നു പറഞ്ഞു. മാഗ്നറ്റോർ ഓഫ് ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ VDS മൈനസ് VDL. ആൻഡ് ഹിയർ ദ സ്പീഡ് ക്യാൻ ബി കൺട്രോൾ ബൈ ദ കൺട്രോൾ ഓഫ് ലോഡ് സൈഡ് കൺവേർട്ടർ ഫയറിംഗ് ആംഗിൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. LD ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എന്തിനാണ്? ടു റെഡ്യൂസ് ദ റിപ്പിൾ ഇൻ ദ DC ലിങ്ക് കറണ്ട് ID ആൻഡ് പ്രിവെൻറ്റ്സ് ദ ടു കൺവേർട്ടേഴ്സ് ഫ്രം ഇന്റർഫിയറിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് ഓപ്പറേഷൻ. അതേപോലെ തന്നെ LD മേക്സ് LSC ലോഡ് സൈഡ് കൺവേർട്ടർ വർക്ക്സ് ആസ് എ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഇപ്പോൾ ഇവിടെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ കൺട്രോൾ ആണ്, കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിന്റെ ഫ്രീക്വൻസി കൺട്രോൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ സെൽഫ് കൺട്രോൾ മോഡാണ്. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ഫീൽഡ് സ്പീഡ് ഷുഡ് ബി ദ സെയിം ആസ് ദ റോട്ടോർ സ്പീഡ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഫയറിംഗ് പൾസസ് ആർ ജനറേറ്റഡ് ബൈ ദ റോട്ടർ പൊസിഷൻ സെൻസേഴ്സ് വിച്ച് ആർ സ്റ്റേഷനറി ആൻഡ് സ്യൂട്ടബിളി അലൈൻ വിത്ത് ദ ആർമേച്ചർ വൈൻഡിങ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് കൺട്രോൾ മോഡാണ്. നമ്മളവിടെ കാണിച്ചിട്ടില്ലെങ്കിലും അതിൽ എന്തുണ്ടായിരിക്കും? റോട്ടർ പൊസിഷൻ സെൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് ഇവിടെ കൺട്രോൾ നടക്കുന്നത്. ആൻഡ് ലോഡ് സൈഡ് കൺവേർട്ടർ SCRs ആർ ഫയർഡ് ഇൻ ദ സീക്വൻസ് ഓഫ് ദെയർ നമ്പേഴ്സ് വിത്ത് 60 ഡിഗ്രി ഇൻ്റർവൽ. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ലോഡ് സൈഡ് കൺവേർട്ടറിൽ T1, T3, T5 നമ്മൾ നമ്പർ ചെയ്തിട്ട് ആ ഓർഡറിൽ തന്നെയാണ് ഫയറിംഗ് വരുന്നത്. 60 ഡിഗ്രി ഇൻ്റർവെല്ലാണ്. ആൻഡ് ദെയർഫോർ for the control of load side converter SCRs, all 6 rotor angle positions are to be detected per cycle of the induced voltage. അപ്പോൾ 6 പൊസിഷനും നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹോൾ എഫക്ട് സെൻസേഴ്സ്. സോ ഹോൾ എഫക്ട് സെൻസേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ നമ്മളിപ്പോൾ ഈ പറയുന്ന സെൽഫ് കൺട്രോൾ സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് എംപ്ലോയിങ് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ ഇൻവെർട്ടർ, ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്. വേറൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ എന്നാണ്. കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എഫക്റ്റീവ്ലി ലുക്സ് ലൈക്ക് എ DC മോട്ടോർ ബട്ട് വിതൗട്ട് എനി കമ്മ്യൂട്ടേറ്റർ. ഇപ്പോൾ ഈ ലോഡ് സൈഡ് കൺവേർട്ടർ ആൻഡ് സിങ്ക്രോണസ് മോട്ടോർ കോമ്പിനേഷൻ ഫങ്സ് സിമിലർ ടു എ DC മെഷീൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അത് എന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, കമ്മ്യൂട്ടർ റിലേഷൻ DC മോട്ടോർ ഡ്രൈവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ലോഡ് സൈഡ് കൺവേർട്ടർ ആൻഡ് സിങ്ക്രോണസ് മോട്ടോർ കോമ്പിനേഷനെയാണ് നമ്മളത് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡ് സൈഡ് കൺവേർട്ടർ ഹിയർ പെർഫോംസ് ദ സിമിലർ ഫംഗ്ഷൻ ആസ് ദ കമ്മ്യൂട്ടേറ്റർ ഇൻ DC മെഷീൻ. അല്ലേ, ഈ ലോഡ് സൈഡ് കൺവേർട്ടർ ഇവിടെ നമുക്ക് ചെയ്യുന്നത് എന്തായിരുന്നു, DC-നെ AC ആക്കി മാറ്റി കൊടുക്കുകയാണ്, ഒരിടത്ത് നിന്ന് മറ്റേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ DC മെഷീനിൽ. ആൻഡ് ദ ലോഡ് സൈഡ് കൺവേർട്ടർ ആൻഡ് സിങ്ക്രോണസ് മോട്ടോർ കോമ്പിനേഷൻ ഫംഗ്ഷൻ സിമിലർ ടു എ DC മെഷീൻ. ഇപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ എഫക്റ്റീവ്ലി ഒരു DC മെഷീൻ പോലെ, ഇവിടെ ഒരു DC സപ്ലൈയും ഇത് രണ്ടും കൂടിയിട്ട് മോട്ടോർ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു DC മെഷീൻ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ഇറ്റ് ഈസ് ഫെഡ് ഫ്രം എ DC സപ്ലൈ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം DC മോട്ടറിന് DC സപ്ലൈ, ഇപ്പോൾ ഇവിടെ DC സപ്ലൈ ആണ്. സെക്കൻഡ്ലി ലൈക്ക് എ DC മെഷീൻ ദ സ്റ്റേറ്റർ ആൻഡ് ദ റോട്ടർ ഫീൽഡ് റിമെയിൻ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അല്ലേ, ഇവിടെ സ്റ്റേറ്ററും റോട്ടറും ഫീൽഡുകൾ സ്റ്റേഷനറി ആയിട്ട് ആണ് നമുക്ക് നിൽക്കുന്നത് പരസ്പരം നോക്കുമ്പോൾ. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ ഡ്രൈവ് കൺസിസ്റ്റിംഗ് ഓഫ് ദിസ് ലോഡ് സൈഡ് കൺവേർട്ടർ ആൻഡ് സിങ്ക്രോണസ് മോട്ടോർ ഈസ് നോൺ ആസ് കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ എന്ന് ഈ ഒരു പോർഷനെ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു പേരും കൂടി വീണ്ടും നമുക്ക് പറയാൻ പോകുന്നുണ്ട് വേറൊരു കേസ് വരുമ്പോൾ, ബ്രഷ്ലെസ് DC മോട്ടോർ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത് കമ്മ്യൂട്ടേറ്റർലെസ് DC മോട്ടോർ ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ലോഡ് കമ്മ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അഡീഷണൽ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ്. Then frequency operation can be made higher and it can operate at power levels beyond the capability of force commutation. So force commutation capability ഒക്കെ ബിയോണ്ട് ആയിട്ടുള്ള ലെവൽസിൽ നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ സിങ്ക്രോണസ് മോട്ടോർ ഡ്രൈവ് എംപ്ലോയിങ് ലോഡ് കമ്മ്യൂട്ടേറ്റഡ് തൈറിസ്റ്റർ ഇൻവെർട്ടറിൻ്റെ കേസിൽ. സോ ഒന്നുകൂടി ഞാൻ പറയാം, സോഴ്സ് സൈഡ് ഒരു കൺവേർട്ടർ ഉണ്ട്, ലോഡ് സൈഡ് ഒരു കൺവേർട്ടർ ഉണ്ട്. ഈ ലോഡ് സൈഡ് എല്ലാം തൈറിസ്റ്റർ ബേസ്ഡ് ആണ്. നടുവിൽ ഇൻഡക്ടർ വെച്ചിട്ടുള്ള കറണ്ട് സോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സിങ്ക്രോണസ് മോട്ടറാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വൗണ്ട് ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം, ഫയറിങ് എന്താ പറയുക, പവർ ഫാക്ടർ കൺട്രോൾ ചെയ്യാം. ഇതിനെ ലോഡ് കമ്മ്യൂട്ടേഷനാണ് എഫക്റ്റ് ചെയ്യിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ സീറോ ക്രോസിങ്ങിൽ കമ്മ്യൂട്ടേറ്റ് ചെയ്യിക്കുന്നു. അഡീഷണൽ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടറി ഒന്നുമില്ല എൻ്റെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. അടുത്തതിൽ നമ്മൾ ഇതിൻ്റെ ക്ലോസ് ലൂപ്പ് സർക്യൂട്ട് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നതായിരിക്കും, ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ച് വെച്ചിട്ട്. താങ്ക് യു.